എറണാകുളം ചേന്നമംഗലം കൂട്ടക്കൊലയിൽ പ്രതി ഋതു ജയൻ കുറ്റം സമ്മതിച്ചു. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ജിതിൻ സഹോദരിയെക്കുറിച്ച് മോശം പറഞ്ഞതാണ് പ്രകോപന കാരണമെന്നാണ് ഋതു ജയന്റെ മൊഴി. ഋതു മാനസികാരോഗ്യ പ്രശ്നമുള്ള ഒരാളാണെന്ന് പോലീസ് പറയുന്നു. ഋതു ജയനുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും. കൊല്ലപ്പെട്ട വേണു, ഉഷ, വിനിഷ എന്നിവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് പറവൂർ താലൂക്ക് ആശുപത്രിയിൽ നടക്കും. വിഷ്ണു സുരേഷും അശ്വിൻ പാലാഴിയും ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ആദ്യം വിഷ്ണു സുരേഷിലേക്കാണ്. വിഷ്ണു, സത്യം പറഞ്ഞാൽ നാടിനെ നടുക്കിയ ഒരു സംഭവം തന്നെയാണ്. അതാദ്യം നമ്മൾ പുറത്തെത്തിക്കുന്നു. അതിനുശേഷം വന്ന വാർത്തകളെല്ലാം തന്നെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അയൽവാസികൾ തമ്മിലുള്ള തർക്കം എന്നുള്ള രീതിയിലാണ് വന്നത്. ഇപ്പോൾ ഋതു ജയൻ പ്രതി പറഞ്ഞ ഒരു കാര്യം വെച്ച് സഹോദരിയെക്കുറിച്ച് മോശം പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ കേസ് എങ്ങനെയാണ് പോവുക? സ്മിത, ഗുഡ് മോർണിംഗ്. നിലവിൽ ഞാനുള്ളത് ഇന്നലെ ആ കൊലപാതകം നടന്ന വീട്ടിലാണ്. ഒരുപക്ഷെ അങ്കമാലിയിൽ ഒരു കുടുംബത്തിലെ ആളുകളെ അത്രയും കൂട്ടക്കൊല നടന്നതിന് ശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് എറണാകുളത്ത് ഇങ്ങനെയൊരു ബ്രൂട്ടലായ കൂട്ടക്കൊല റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ പ്രധാനമായും പോലീസ് പറയുന്നത് ഇത് അയൽവാസികൾ തമ്മിലുള്ള തർക്കമാണെന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ നിഗമനം. കഴിഞ്ഞ ഒരു വർഷമായി ഈ രണ്ട് കുടുംബങ്ങളും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. അതിന്റെ ഒരു പരിച്ഛേദം തന്നെയാണ് ഇന്നലെ ഈ അക്രമത്തിലേക്ക് കലാശിച്ചത്. ഇന്നലത്തെ സംഭവത്തിന് ആധാരമായി ഋതു പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ഇപ്രകാരമാണ്. ഈ ജിതിൻ തന്റെ സഹോദരിയെ, വിദേശത്തുള്ള തന്റെ സഹോദരിയെ ചേർത്ത് അടിക്കടി തന്നോട് മോശമായി സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഈ റോഡിൽ ഇറങ്ങി നിന്ന് മോശമായി സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പലതവണ അത് വിലക്കിയിരുന്നു. എന്നാൽ ഇന്നലെ അത്തരത്തിലൊരു സാഹചര്യം അതിന്റെ പരകോടിയിലെത്തുകയും അങ്ങനെ ആ ഒരു പശ്ചാത്തലത്തിൽ നിയന്ത്രണം നഷ്ടമാവുകയും പ്രകോപനത്തോടുകൂടി എത്തി ഈ ജിതിനെ ആക്രമിക്കുന്നതിന് വേണ്ടിയാണ് ഇയാൾ എത്തിയത്. പക്ഷെ അത് തടയാൻ ശ്രമിച്ച വേണുവിനെയും ഉഷയെയും വിനീഷയെയും പിന്നീട് അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ജിതിൻ നിലവിൽ ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലാണ്. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്, അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. രക്ഷപ്പെടാനുള്ള ഉദ്ദേശം പ്രതിക്കുണ്ടായിരുന്നില്ല. ജിതിന്റെ ബൈക്കെടുത്ത് പുറത്തേക്ക് പോയി എന്നുള്ളത് മാത്രമാണ്. അവിടെ നിന്ന് നേരെ പോലീസ് കണ്ടഘട്ടത്തിൽ പോലീസിനെ നിർത്തി പോലീസ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് ഇയാൾ അങ്ങോട്ടേക്ക് പറയുകയായിരുന്നു. വിശദമായൊരു ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഇയാൾക്ക് ഏതെങ്കിലും തരത്തിൽ മാനസിക പ്രശ്നമുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ. ഒരു മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഇയാൾ അത്തരത്തിലുള്ള പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ടുകൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റു പ്രതികൾ കേസിലില്ല എന്നും പോലീസ് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കുന്നുണ്ട്. ഒരു വർഷമായി നിലനിന്നിരുന്ന അയൽവാസി തർക്കമാണ്, അല്ലെങ്കിൽ അയൽത്തർക്കമാണ് ഇത്തരത്തിലുള്ള ഈ ബ്രൂട്ടൽ മർഡറിലേക്ക് സംഭവം കൊണ്ട് എത്തിച്ചത്. പോലീസ് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പിലേക്കായിരിക്കും ഇനി കടക്കുക. ഇവിടെ 2 CCTV ഉണ്ട്. ഒരുപക്ഷെ ആ CCTV ആയിരിക്കും ഈ കേസിൽ ഏറ്റവും നിർണായകമായി പോലീസിനെ സഹായിക്കാൻ പോകുന്നത്. 6 മണിയോടുകൂടി ഈ പറയുന്ന പ്രതി ഇവിടെ എത്തിയെന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് ആ CCTV ദൃശ്യങ്ങളടക്കം ഉപകരിക്കും. ഇന്നലെ ഒരുപക്ഷെ CCTV പോലീസ് തന്നെ സീസ് ചെയ്തിട്ടുമുള്ളതാണ്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ എറണാകുളം റൂറൽ SP വൈഭവ് സക്സേന ഇവിടെ എത്തുകയും പരിശോധന അടക്കം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇയാൾ ഒരു NDPS കേസിലെ പ്രതിയാണ്. 52 ദിവസത്തോളം ഋതു ജയിലിൽ കിടന്നിട്ടുണ്ടെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ്. നിരന്തരം ഇയാളെ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. കഴിഞ്ഞ നവംബർ 2021 നവംബർ തൊട്ട് ഇങ്ങോട്ടേക്ക് പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. കഴിഞ്ഞ നവംബർ 16 തീയതിയാണ് ഏറ്റവും അവസാനമായി ഇവിടെ എത്തി പരിശോധിച്ചപ്പോൾ അയാൾ ഇവിടെ ഉണ്ടായിരുന്നു. ഡിസംബർ 22 അടുത്ത പരിശോധന. ആ സമയത്ത് ഇവിടെ എത്തിയപ്പോൾ ഋതു ബാംഗ്ലൂരിലായിരുന്നു എന്നാണ് ലഭിച്ച വിവരം. 2 ദിവസം മുമ്പാണ് ബംഗളൂരുവിൽ നിന്ന് എത്തിയത്. അവിടെ സീലിംഗ് ജോലിയായിരുന്നു. പിന്നീട് ഇങ്ങോട്ടേക്ക് എത്തി. ഇത് ഇയാൾ നിരന്തരം ശല്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് ഇയാളുടെ സമനില തെറ്റി എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് ഇനി അടുത്തപടിയുള്ളത്. അതിന് തെളിവെടുപ്പ് അടക്കം നടത്തേണ്ടതുണ്ട്. ഋതു ഉപയോഗിച്ച ഈ ആയുധമടക്കം കണ്ടെത്തിയിട്ടുണ്ട്. ഒരു വെട്ടുകത്തിയും അതോടൊപ്പം തന്നെ ഒരു പൈപ്പുമായാണ് എത്തിയത്. ആ പൈപ്പ് ഉപയോഗിച്ചാണ് തലയടിച്ച് പൊട്ടിച്ചത്. വെട്ടുകത്തി ഉപയോഗിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയായിരുന്നു ഈ കൊലപാതകം നടന്നത്. ഇത് അയൽവാസികൾ തമ്മിലുള്ള ഒരു വർഷമായി നീണ്ടുനിന്ന തർക്കമാണ്. വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ശാസ്ത്രീയമായ തെളിവുകൾ ആവശ്യമാണ്. അത് പോലീസ് ശേഖരിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ഈ സമയത്ത് ഈ മറ്റ് സമീപവാസികളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ലേ? കാരണം ഈ കത്തിയും ഇരുമ്പുവടിയും എന്നൊക്കെ പറയുമ്പോൾ അത് ഏകദേശം ആസൂത്രിതം, അല്ലെങ്കിൽ അത് ആക്രമിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെ ആയിരിക്കുമല്ലോ വന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ സമീപവാസികളൊക്കെ തരുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്?
ക്രിസ്ത്യന, ഈ സമീപവാസികൾ തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ സംഭവം നടക്കുന്ന ഘട്ടത്തിൽ ഇതായി കാണുന്നതാണ് ഋതുവിന്റെ വീട്. ഈ കാണുന്നതാണ് ഋതുവിന്റെ വീട് എന്നാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം ഇതിന് നേരെ എതിർവശത്തായാണ് ഇപ്പോൾ ഈ കൊലപാതകം നടന്ന വീടുള്ളത്. അങ്ങനെ ഈ തൊട്ടടുത്താണ് ഈ വീടുകൾ തമ്മിൽ ഉള്ളത്. ഋതു ഈ ഗേറ്റ് തുറന്ന് നേരെ അകത്തേക്ക് ചെല്ലുന്നു. ആ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. ജിതിൻ പുറത്തേക്ക് വന്ന ഘട്ടത്തിൽ ജിതിനോട് തർക്കിക്കുന്നു. അതിനുശേഷം ജിതിനെ ആദ്യം അവിടെ വെച്ച് അടിച്ചിടുന്നു. ഇത് തടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വേണുവിനും വിനീഷക്കും ഉഷക്കും പരിക്കേൽക്കുന്നത്. ഈ സൗണ്ട് കേട്ടിട്ടാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് ഓടി എത്തുന്നത്. ഈ ആളുകൾ എത്തുന്ന ഘട്ടത്തിൽ തന്നെ ഈ കുറ്റം ചെയ്തയാൾ അല്ലെങ്കിൽ ഈ കൊലപാതകം നടത്തിയ ആൾ ഇവിടുന്ന് പുറത്തേക്ക് പോവുകയായിരുന്നു. ആ ഘട്ടത്തിൽ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നീട് നമ്മളിപ്പോ ഇന്നലെ രാത്രിയോടുകൂടി പുറത്തു വന്ന ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ്. നാട്ടുകാർ ഇവിടെ എത്തുമ്പോഴും ഈ വേണു എന്ന് പറയുന്ന ആൾക്കൊക്കെ ജീവൻ ഉണ്ടായിരുന്നു. പെടച്ചിലൊക്കെ ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നാട്ടുകാർ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞാണ് ഇത് അറിയുന്നത്. ഒരുപക്ഷെ ഈ പ്രദേശത്ത് ആ സമയത്ത് ആരും ഉണ്ടായിരുന്നിരിക്കില്ല. ഈ ശബ്ദം കേട്ട് ഓടിയെത്തിയതായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഈ ഋതുവിനെ തടയാൻ ആർക്കും പറ്റാതിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാട്ടുകാരും ആണ് ഇവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചത് നാട്ടുകാരാണ്. നേരത്തെ ഈ ഋതു ഒരു സ്ഥിരം ശല്യക്കാരനാണ് എന്ന് നാട്ടുകാരൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഒരു ഇൻ റിട്ടേൺ കംപ്ലൈന്റ് പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരം. പോലീസ് വളരെ സ്ട്രോങ് ആയി തന്നെ തെളിവുകൾ സമാഹരിക്കുന്നുണ്ട്, കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഒരുപക്ഷെ മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക ടീമിനെ സെറ്റ് ചെയ്തുകൊണ്ടിട്ടായിരിക്കും ഇനി മുന്നോട്ടുള്ള അന്വേഷണം പോകുക. അതിൽ ഏറ്റവും നിർണായകം തെളിവെടുപ്പാണ്. അത് ഇന്നോ നാളെയോ ആയി തെളിവെടുപ്പുണ്ടാകും. ഇന്ന് തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിലേക്ക് കിടക്കാനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റ് പ്രതികളൊന്നുമില്ല. അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനി തെളിവുകൾ സമാഹരിക്കുക എന്നുള്ളത് മാത്രമാണ് ആകെയുള്ളൊരു തലവേദന. ഈ ക്രൈം ഫ്രെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തെളിവുകൾ സമാഹരിക്കുക എന്നുള്ളത് മാത്രമാണ്. ബാക്കി മറ്റു പ്രതികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ അന്വേഷണം ആ ഘട്ടത്തിൽ തുടരുക. തെളിവെടുപ്പിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് അശ്വിൻ പാലാഴിയോട് ചോദിക്കാം. അശ്വിൻ, നമ്മൾ ഈ വീടുകൾ തമ്മിൽ കാണുമ്പോൾ ഏറ്റവും അടുത്ത അയൽവാസികളാണ്, എത്ര സ്നേഹത്തോടെ കഴിയേണ്ട മനുഷ്യരാണ്. ഈ കാരണം കൊണ്ട് തന്നെ തെളിവെടുപ്പ് ഇപ്പൊ ഒരാളെ ഉള്ളൂ പ്രതിയെന്ന് അറിയാൻ കഴിയുന്നു. അപ്പോൾ തെളിവെടുപ്പൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നടക്കാനുള്ള ഒരു സാധ്യത. ഒപ്പം തന്നെ ഈ ഋതുവിന്റെ വീട്ടുകാർ, അവരുടെ ഒരു പ്രതികരണം എന്തെങ്കിലും നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? അവരെ കുറിച്ച് എന്താണ് കൂടുതൽ പറയാൻ? സ്മിത, ഇന്നലെ നമ്മൾ അവരുടെ സമീപവാസികളുമൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നത് അച്ഛനെ മർദ്ദിച്ച കേസ് പോലും ഉണ്ടായിട്ടുണ്ട് ഋതുവിൻ്റെ പേരിൽ എന്നുള്ളത് ഇന്നലെ അയൽവാസികൾ തന്നെ പറഞ്ഞതാണ്. അപ്പം ചെറുപ്പം മുതലേ ഇങ്ങനെയുള്ള അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന ഒരാളാണ് ഋതു എന്ന് നാട്ടുകാർ തന്നെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഒപ്പം പല ലഹരി കേസുകളടക്കം ഇയാൾ ഉൾപ്പെട്ടിട്ടുമുണ്ട്. സ്കൂൾ കാലഘട്ടം മുതൽ ഇങ്ങനെ അടിപിടി കേസുകൾ, ലഹരി കേസുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഉൾപ്പെട്ട ഒരാളാണ് എന്നുള്ളതാണ് സമീപവാസികളും അവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങൾ പോലും പറയുന്നത്. എന്തായാലും ഇന്ന് ഇയാളെ കൊണ്ടുവന്നുള്ളൊരു തെളിവെടുപ്പ് ഈ വീട്ടിൽ, കൊലപാതകം നടന്ന വീട്ടിലുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത് രാവിലെ വൈദ്യപരിശോധന ഉണ്ടാകും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കി മറ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും തെളിവെടുപ്പ്. പ്രാഥമികമായി ഋതു കൊല്ലാൻ ഉപയോഗിച്ച ഇരുമ്പ് ദണ്ട്, ഒപ്പം കൈവശം കരുതിയിരുന്ന വെട്ടുകത്തി അടക്കം ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡി എടുക്കുകയും ചെയ്തതാണ്. ഒപ്പം ഈ കൊലപാതകം നടത്തിയ ശേഷം ആ വീട്ടിലെ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന ജിതിൻ്റെ ബൈക്കുമായാണ് പ്രതി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. അവരുടെയാണ് പോലീസ് പിടിയിലാകുന്നതും. എന്തായാലും ആ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നുണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഈ കൊല്ലപ്പെട്ട 3 പേരുടെയും മൃതദേഹം ഇപ്പോൾ പറവൂർ താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്നലെ അത് മറ്റ് നടപടികൾ നടത്തിയിരുന്നു. ഇന്ന് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങളാണ് നടക്കുക. 3 പേരുടെയും പോസ്റ്റ്മോർട്ടം രാവിലെ തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് ഡോക്ടർമാർ അടക്കം ഇന്നലെ പറഞ്ഞത്. ഏകദേശം ഉച്ചയോടുകൂടി അത് പൂർത്തിയായ ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും. അതിനുശേഷമായിരിക്കും സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുക. നിലവിൽ സമയം തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ബന്ധുക്കളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. ഒപ്പം ആശ്രം മെഡിസിറ്റിയിൽ ചികിത്സയിൽ കഴിയുന്ന, ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ജിതിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. യാതൊരു മാറ്റവുമില്ല എന്നുള്ളതാണ് ഇന്നലെ അർദ്ധരാത്രി നമ്മൾ ഡോക്ടർമാരുമായി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത്. ജിതിൻ്റെ തലയ്ക്കും നെഞ്ചിനുമാണ് ഏറ്റവും ഗുരുതരമായ പരിക്കേറ്റിട്ടുള്ളത്. തലയ്ക്ക് പിന്നിലാണ് ഇരുമ്പ് വടി കൊണ്ട് അടിച്ചിട്ടുള്ളത്. അത് ആഴത്തിലേറ്റ പരിക്കാണ് എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ജിതിൻ ഇപ്പോൾ ജീവൻ നിലനിർത്തുന്നത്. ഇന്ന് രാവിലെ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ രാവിലെയോടുകൂടി മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. 24 മണിക്കൂർ നിരീക്ഷണം വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ജിതിൻ്റെ ബന്ധുക്കളടക്കം ആശ്രം മെഡിസിറ്റിയിൽ തുടരുകയുമാണ്. നിലവിൽ രാവിലെ 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. സ്മിത, ശരി. കേസിന്റെ വിശദാംശങ്ങളുമായി ചേർന്നത് അശ്വിൻ പാലാഴിയും ഒപ്പം തന്നെ വിഷ്ണു സുരേഷുമാണ്. അതെ.
സത്യം പറഞ്ഞാൽ ഒട്ടും വിശ്വസിക്കാൻ കഴിയില്ല. വല്ലാതെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. ഈ പ്രതി ഋതു അക്രമവാസനയുള്ള ഒരാളാണ്, പക്ഷെ ഒരു റിട്ടേൺ കംപ്ലൈന്റ് ഇതുവരെ എത്തിയിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഒരു വർഷമായി അക്രമവാസനയ്ക്കൊപ്പം തന്നെ ലഹരിയുടെ ഉപയോഗം ഏതൊക്കെ തരത്തിലൊരു മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി മാറ്റാം എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടി എന്നുകൂടി വേണമെങ്കിൽ പറയാം.